അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ മേലെ ഈ കാണുന്ന ആക്ഷൻ ക്യാമ്പ് വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് വെച്ച് നോക്കാം. ആക്ഷൻ ക്യാമ്പ് പോയാൽ പോയി. 10-27 വരെ മുതലേ. ഇതാണ് പെട്ടി എന്ന് പറയുന്നത്. ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് അതോടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടപോലെ തന്നെ നമ്മളൊരു RC ബോട്ട് മേടിക്കാൻ പോവുകയാണ്. ഏകദേശം 25 കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടുന്നൊരു കിഡിൽ ഐറ്റം. അത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് വേറെ നടന്നില്ല, നമ്മുടെ യൂക്ലിക്കിൻ്റെ ഓൺലൈൻ സ്റ്റോറിൽ നിന്നല്ല, നമ്മുടെ യൂക്ലിക്കിൻ്റെ ഓഫ്ലൈൻ സ്റ്റോർ ഉണ്ട്, മൈക്ലിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഈ കാണുന്ന ബോട്ട് മേടിക്കാൻ പോകുന്നത്. നമ്മുടെ യൂക്ലിക്കിൻ്റെ ഓഫ്ലൈൻ സ്റ്റോർ വരുന്നത് കൊച്ചിയിലുള്ള കടവന്ത്രയിലാണ്. അവരുടെ മൈക്ലിക്ക് എന്ന് പറഞ്ഞ സ്റ്റോർ നിൽക്കുന്നത്. ലൈക്ക് ജനീയ ഓഫ്ലൈൻ സ്റ്റോഴ്സുകൾ അവരിറക്കുന്നത് മൈക്ലിക്ക് എന്ന് പറഞ്ഞ പേരിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് RC ബോട്ട് വാങ്ങിക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. 5 hours later. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ യൂക്ലിക്കിൻ്റെ പുതിയ ഷോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ പുതിയ ബോട്ട് എടുക്കാൻ വന്നത്. സോ ഈ ഇരിക്കുന്നു നമ്മുടെ 25 കിലോമീറ്റർ ഫാസ്റ്റിലോടുന്ന നമ്മുടെ ബോട്ട് എന്ന് പറയുന്നത്. കിടിലൻ പ്രൊഡക്റ്റാണ്. സോ ഇത് നമ്മൾ പോയിട്ട് നമ്മുടെ എന്താ പറയുക പുഴയിൽ ഓടിക്കണം. ഇവിടെ നിങ്ങളുടെ ബോട്ട് മാത്രമല്ല, ഇവിടെ ഒരുപാട് RC കാർസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൊച്ചി കടവന്ത്ര ഭാഗത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വരാം, വിസിറ്റ് ചെയ്തിട്ട് ഓരോ പ്രോഡക്ട്സും മേടിക്കാൻ പറ്റുന്ന ഗൈസ്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ ഹോട്ട് വീൽസിന്റെ കളക്ഷൻസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നോക്കിയേ, ഇഷ്ടം പോലെയാണ്. ഹൈപ്പർ ഗോ സീരീസിൽ വരുന്ന കാറുകളൊക്കെ ഉണ്ട്. നോക്കിയേ, ഒരു ഏകദേശം 70 കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടുന്ന 2 കാറുകളൊക്കെയാണ്. പിന്നെ ഇവിടെ വേറെ കുറേ മോഡൽസ് ഉണ്ട്. ഞാനിവിടെ ഒരു ബോട്ട് എടുത്തിട്ടുണ്ട്. സോ അതുപോലെ ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഹെലികോപ്റ്റർ വേണമെങ്കിൽ അത് നിങ്ങൾ പറ. ഗൈസ്, ഫൈനലി നമ്മുടെ RC ബോട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഏകദേശം 25 കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടുന്ന, ഏകദേശം ഒരു RC കാറിൻ്റെ ഒക്കെ സ്പീഡിൽ ഓടുന്ന ഒരു കിടലൻ RC ബോട്ടാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഈ കാണുന്ന യെല്ലോ കളറ്. സോ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു 5K ലൈക്ക് നിങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം, അടുത്തൊരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ യൂക്ലിക്കിൻ്റെ ഒഫീഷ്യൽ ഒരു ഓഫ്ലൈൻ സ്റ്റോർ ഉണ്ട്, മൈക്ലിക്ക് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കൊച്ചിയിലുള്ള കടവന്ത്രയിലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഞാൻ ലൊക്കേഷൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് നേരിട്ട് കണ്ട് നിങ്ങൾക്ക് RC കാറും അതേപോലെ RC ബോട്ട് അങ്ങനെ RC ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. Noel 5 എന്ന് പറഞ്ഞ ഒരു കൂപ്പൺ കോഡ് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ RC ബോട്ട് എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ മുന്നൊരു RC ബോട്ട് ഉണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം. ഏകദേശം ഒരു 10 കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ ഇത് 25 കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടുന്ന ഒരു കിടിലൻ പ്രൊഡക്റ്റാണ്. ഇത് ബ്രഷ്ലെസ് മോട്ടോഴ്സും കാര്യങ്ങളും ഇരിക്കുന്നത്. സോ നമ്മുടെ ബ്രഷ്ലെസ് മോട്ടോഴ്സ് ഉള്ള നമ്മുടെ കാറുകളൊക്കെ പോകുമ്പോൾ നല്ല ഫാസ്റ്റ് ആയിട്ടല്ലേ പോകുന്നത്. സോ അതേ ഫാസ്റ്റ് തന്നെ ഇതിൽ കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഇതിൻ്റെ പെട്ടിയുടെ മേലേക്ക് നോക്കാനാണെങ്കിൽ ഇതാണ് പെട്ടി എന്ന് പറയുന്നത്. നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതും ഈ യെല്ലോ കളറാണ്. ഇതാണ് നമ്മുടെ ഐറ്റം. ഇവിടെ 14+ ഏജിൻ്റെ ആൾക്കാർക്ക് മാത്രമേ ഇത് ഓടിക്കാൻ പാടുള്ളൂ. 25 കിലോമീറ്റേഴ്സ് ഫാസ്റ്റ് ഓടുന്ന ഒരു ബോട്ടാണിത്. അതേപോലെ തന്നെ 2.5 ഹെർട്സിൻ്റെ ബ്രഷ്ലെസ് പവേർഡ് ആണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഇവിടെ ടർബോ ജെറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിൻ്റെ ബാക്കിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്ലൂ കളർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതാണ് ഇതിൻ്റെ അടിഭാഗം, സൈഡ് ഭാഗം. ഒരുപാട് പേര് കമൻറ്റ് അടിക്കുന്നുണ്ട് RC ബോട്ട് മേടിക്കുക, RC ബോട്ട് മേടിക്കുന്ന പറഞ്ഞിട്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ RC കാർസ് മാത്രമല്ല നമ്മളെപ്പോഴും വീഡിയോ ചെയ്യാറുള്ളൂ. ഒരു RC ബോട്ട് ഇരിക്കട്ടെ അങ്ങനെ വെച്ചാൽ. അതുപോലെ ഇതൊരു ഹോബി ഗ്രേഡ് പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു ടോയ് ഗ്രേഡ് ആണ്. വലിയ ചെറിയ ബാറ്ററിയും കാര്യങ്ങളും വേറെ അധികം സെറ്റപ്പ് ഒന്നും ഇല്ലാത്തൊരു ഐറ്റമാണ്. ഇത് ഞാൻ ഒരു കൊല്ലം മുന്നേ വന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ വീഡിയോയിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കിടക്കുന്നുണ്ട്. ഇത് ചെറിയൊരു 10 കിലോമീറ്റർ ഫാസ്റ്റിലോടുന്ന ഐറ്റമാണ്. നിങ്ങൾക്ക് കുട്ടികളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കളിക്കാം അത്ര. ഈ വീഡിയോയിൽ രണ്ടിൻ്റെയും ഡിഫറൻസും കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. സോ അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഓക്കെ കട്ട് ചെയ്യാം. വാവ് ഗൈസ്, പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓ ഗൈസ്, എൻ്റെ മോനെ നല്ല വെയിറ്റും കാര്യങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ RC ബോട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ ചെറിയ ബോട്ടാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ രണ്ടിനും വ്യത്യാസം കണ്ടോ. ഇത് കിടിലൻ നല്ല സൈസ് ഉണ്ട്, അതുപോലെ നല്ല വെയിറ്റ് ഉണ്ട്. സോ ഇതിനുള്ളിൽ പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് ഒരു യൂസർ മാനുവലും അതിൻ്റെ ഐറ്റംസ് ആണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പെട്ടിയിൽ വന്നിരിക്കുന്നത്. പെട്ടി മാറ്റി വയ്ക്കാം. സോ ഇതാണ് നമ്മുടെ പുതിയ ബോട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ബോട്ടിൻ്റെ റേറ്റും കാര്യങ്ങളും ഈ വീഡിയോയുടെ ഇടഭാഗത്ത് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ RC ബോട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഗൈസ്. കണ്ടാ, നല്ല കിടിലം വലിപ്പമുള്ള അത്യാവശ്യം വെയിറ്റ് ഉള്ള നല്ല കിടിലം ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചുണ്ടാക്കുന്ന ഒരു യമണ്ടൻ ഐറ്റം. ഇതിൻ്റെ ഇനി പെർഫോമൻസും കൂടി അറിഞ്ഞാൽ മതി. നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. അത്യാവശ്യം ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ വരുന്നതാണ്. നമ്മുടെ സാധാരണ ഈ കാണുന്ന ടോയിൽ ഇതാണ് വരുന്നത് റിമോട്ട്. ഇതിൻ്റെ ഹോബി ഗ്രേഡ് ആകുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിമോട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് ചാർജിങ് കേബിളും പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവറും വന്നിട്ടുണ്ട്. ഈ മുൻഭാഗത്ത് വെക്കാനായിട്ട് ഇത് ഇങ്ങനത്തെ ഐറ്റം വന്നിട്ടുണ്ട്. ഇത് വെക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബോട്ട് എവിടെയെങ്കിലൊക്കെ പോയി ഇടിച്ച് കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു റബ്ബർ ആയിട്ടുള്ള ഐറ്റത്തിൽ തട്ടി നിന്നോളും.
സോ ഇത് ഇങ്ങനത്തെ ഒരു മോഡലാണ്. ഇതിൻ്റെ തന്നെ വേറൊരു മോഡലും കൂടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബോട്ടിൻ്റെ ഉൾഭാഗമാണ്. അതിന് മുന്നായിട്ട് നമുക്ക് ഈ കാണുന്ന റിമോട്ടിൽ എന്തൊക്കെ ഓപ്ഷൻസ് വരുന്നത് നോക്കാം. ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ബാറ്ററിയും കാര്യങ്ങൾ ഇട്ട് കൊടുക്കണം, AA ബാറ്ററി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. പവർ ഓൺ, അതേപോലെ തന്നെ ഇവിടെ 2 സ്വിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വർക്കിംഗ് ആണോ നോക്കണം, പിന്നെ ലെഫ്റ്റ് റൈറ്റ്. അതേപോലെ തന്നെ ഇവിടെ മറ്റേ ട്രിമ്മുകൾ മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും, അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ആംഗിൾ ഉണ്ട്, അത് എത്ര ദൂരം തിരിയണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. നമ്മൾ വേറെ കാര്യം നോക്കാൻ മറന്നുപോയി, ഇത് നമ്മൾ പൊട്ടിച്ചില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്ത് വരണം നോക്കട്ടെ കേട്ടോ, ജസ്റ്റ് പൊട്ടിക്കാം. ഇതുപോലത്തെ 2 ഐറ്റം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സും അതേപോലെ തന്നെ ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. കിട്ടിയിരിക്കുന്ന ഈ ഒരു ഐറ്റം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ക്രോസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മുടെ ബോട്ട് കണ്ട ഇതുപോലെ ഇതിൻ്റെ മേലെ ഇതുപോലെ ഇങ്ങനെ വെക്കാൻ പറ്റും. ബോട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഐറ്റം ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ ഒട്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് പോലെ നിങ്ങൾക്ക് ഒട്ടിക്കാൻ പറ്റുന്നതാണ്. നമ്മളിനി നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഉൾഭാഗമാണ്. ജസ്റ്റ് ഇവിടെ നിന്നൊരു ലോക്ക് ഉണ്ട്, ജസ്റ്റ് ലോക്ക് പിടിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് ഊരാൻ പറ്റും. ഊരിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇത് നമുക്ക് വെള്ളം അകത്തേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഐറ്റം കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ വെള്ളം അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ ഇത് കണ്ട ഇത് ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം നമുക്ക് കളയാനും പറ്റും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫാനും കാര്യങ്ങളും വന്നിരിക്കുന്നത്. ഇതിനുള്ളിൽ കൂടി ഒരു എയർ പോലുള്ള സംഭവം കടത്തി വിട്ടിട്ട് ഈ ഫാൻ തിരിക്കും. അതാണ് പരിപാടി എന്ന് പറയുന്നത്. ജസ്റ്റ് അൺലോക്ക് ചെയ്യാം. കണ്ട ഇതിപ്പോൾ ലോക്കാണ്. ജസ്റ്റ് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. കണ്ട നമ്മുടെ RC കാറിനൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളി 1500 mAh ബാറ്ററിയാണ്. ലിഥിയം ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നല്ല പവർ കിട്ടും. അതേപോലെ തന്നെ ബ്രഷ്ലെസ് മോട്ടോഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് തിരിക്കാനുള്ള സംഗതീസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ട് എന്ന് പറയുന്നത്. നല്ല കിടൽ ലുക്കല്ലേ കാണാനായിട്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സാധാ RC കാർ കണക്ട് ചെയ്യണ പോലെ തന്നെ കണ്ട ഇത് രണ്ടും ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ സൗണ്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിൽ എക്സ്ട്രാ വേറെ ബട്ടൺസ് ഒന്നും ഇല്ല. നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാനായിട്ട് നമ്മുടെ RC കാറിൻ്റെ പോലെ കണ്ട വേറെ ബട്ടൺസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് കണക്ട് ചെയ്യുക, പിന്നെ ഇത് കണക്ട് ചെയ്യുക, ഓടിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന സൗണ്ട് നമ്മളിത് റിമോട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ ആ സൗണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റിമോട്ട് കണക്ട് ചെയ്യാം. ഞാനിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റീചാർജബിൾ ബാറ്ററീസ് ആണ്. വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് അതിൽ കൊടുത്തേക്കാം. ഇത് കണക്ട് ചെയ്യാനായിട്ട് ഇത് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. കണ്ടാ ആ സൗണ്ട് നിന്നു. നമ്മുടെ ഐറ്റോടെ കണക്ട് ആയിട്ടുണ്ട്. കണ്ടാ ആ ബാക്ക് ഭാഗം നോക്കിയേ, കണ്ടാ ഇളകണത്. നമുക്കിനി ഇതെല്ലാം പഴയ പോലെ നമുക്കിതിൽ ഫിറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇത് അവിടെ ഇരുന്നു ഊരി പോയിട്ടില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ സൗണ്ട് ആയിട്ടുള്ള ഇനി നമ്മുടെ മോട്ടർ തിരിയണ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. സംഭവം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ട് ഓടിച്ചാൽ മാത്രം മതി. ഈ കാണുന്ന ബോട്ടിൽ തോന്നിയൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലത്തെ ഈ പ്രൊപ്പല്ലറിൻ്റെ ഒരു ഭാഗമാണ്. കണ്ട ഇത് ഫുൾ കവേർഡ് ആയിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ വള്ളികളൊന്നും ഇതിൻ്റെ മേലെ ചുറ്റി പിടിക്കില്ല. ആ സ്ഥാനത്ത് ഇതിന് കണ്ട ഇങ്ങനത്തെ പുറത്തേക്ക് തള്ളിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ സിമ്പിളായിട്ട് ഈ പായൽ പൂപ്പൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ ചുറ്റി പിടിക്കാനും നമ്മുടെ മോട്ടർ സ്റ്റോപ്പ് ആവാനും ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഒരുപാട് പേർക്ക് ഇതിൻ്റെ റേറ്റ് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 10,000 റുപ്പീസിൻ്റെ താഴെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ Noel 5 എന്ന് പറഞ്ഞ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ നിങ്ങൾ ഇവരുടെ കടയിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോഴും ഡിസ്കൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഡിസ്കൗണ്ട് ഒക്കെ തരും. ഓക്കെ, സംഭവം നല്ല സ്പീഡിൽ ഇതിൻ്റെ മോട്ടർ തിരിയുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം, എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി ഇതേ ഈ കാണുന്ന പുഴയുടെ തിരിയാണ്. RC ബോട്ട് ഓടിക്കാനായിട്ടാണ് നമ്മൾ ഈ കാണുന്ന പുഴയിൽ തിരിക്കുന്നത്. സോ നമ്മുടെ 2 ബോട്ടും നമ്മളിവിടെ ഓടിച്ച് നോക്കുന്നതായിരിക്കും. അത്യാവശ്യം നല്ല വിശാലമായ സ്ഥലമാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുമാത്രമല്ല നമുക്ക് ഇതിൻ്റെ മേലെ നമ്മുടെ ഈ കാണുന്ന DJ ആക്ഷൻ 3 ഉണ്ട്. ഇത് വെച്ചിട്ട് ഇതിൻ്റെ മേലെ കെട്ടി വെച്ചിട്ട് നമുക്കൊന്ന് ഓടിക്കാൻ വരെ നോക്കാം. അപ്പോൾ കിടിലൻ വിഷ്വൽസ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ കാണുന്ന ചെറിയ ബോട്ട് നമുക്ക് ഫസ്റ്റ് ഓടിച്ച് നോക്കാം ഈ കാണുന്ന പുഴയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡും നമ്മുടെ മറ്റ് ബോട്ടിൻ്റെ സ്പീഡ് തമ്മിൽ നിങ്ങൾക്കൊരു ചേഞ്ച് മനസ്സിലാവും. ഈ കാണുന്ന ചെറിയ ബോട്ടിൻ്റെ സ്പീഡ് കാണിച്ചാൽ ഇത് ഏകദേശം ഒരു 1800 ആ റേഞ്ച് ഞാൻ വാങ്ങിച്ചതാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് ആയി ഞാൻ കൊടുത്തേക്കാം. സോ ഇത് ജസ്റ്റ് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബോട്ടിൻ്റെ സ്പീഡ് നോക്കിക്കോട്ടാ. ഇത്ര ഉള്ളൂ ഈ ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഒരു ടോയ് ബോട്ടാണ്, അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള സ്പീഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഓടിച്ച് കളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഒറിജിനൽ സാധനം എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ ഇനി നമ്മുടെ ഈ കാണുന്ന വലിയ ബോട്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇറക്കാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ബാറ്ററി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഏതൊരു RC കാറാണെങ്കിലും നമ്മൾ ബാറ്ററി ഒരിക്കലും കണക്ട് ചെയ്ത് വെക്കരുത്. അതിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, സൗണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഇനി നമ്മുടെ റിമോട്ടും കൂടി, ഇതാണ് എൻ്റെ റിമോട്ട്.
ജസ്റ്റ് ഓൺ ആക്കാം. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ പെർഫോമൻസും കൂടി നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ടിനോട് വയ്ക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ കൺട്രോളിങ് ജസ്റ്റ് ഒന്ന് പഠിക്കണം. നോക്കിയാൽ എൻ്റെ പൊന്നേ സീൻ. അഞ്ച സീനായില്ലേ. ഇതാണ് ഇതിൻ്റെ ഫാസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായിണ്ടാവില്ലേ ഇതിൻ്റെ സ്പീഡ് എത്രത്തോളം ഉണ്ടെന്ന് മറ്റേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. വേണ്ടാ, അത്യാവശ്യം നല്ല ദൂരത്തേക്ക് നമ്മൾ അതിന് പോകുന്നുണ്ട്. വേണ്ടാ, ഈ പുഴയുടെ അറ്റം വരെ പോകുന്നുണ്ട്. എൻ്റെ പൊന്നെ. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുൾ സ്പീഡിലാണ് എടുക്കുന്നത്. ഇതിൻ്റെ സ്പീഡ് കുറച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. സ്പീഡ് കുറയ്ക്കുമ്പോൾ തീരെ പോകണില്ല. ഓക്കെ, ഇത് ചെറിയ സ്പീഡിലാണ് നമ്മുടെ ഐറ്റം പോണത്. വളരെ ഇതിൻ്റെ ചെറിയ സ്പീഡിലാണ് ഞാൻ എടുക്കുന്നത്, വളരെ സ്ലോലി. സ്പീഡ് കൂട്ടുമ്പോൾ എൻ്റെ പൊന്നേ എന്തുട്ട ഐറ്റം. ശരിക്കും സ്പീഡ് ബോട്ട് ഓടിച്ച് കളിക്കണ പോലെ തന്നെയാണ്. കൺട്രോളിങ് കുറച്ച് പാടുണ്ട്. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാവും. ഗൈസ്, അപ്പം നമ്മുടെ ആ കാണുന്ന മെയിൻ ബോട്ടിന് ഇല്ലാത്തൊരു ഫീച്ചർ നമ്മുടെ ഈ കാണുന്ന കുട്ടി ബോട്ടിനുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റും നമ്മുടെ കുട്ടി ബോട്ട്. പക്ഷേ നമ്മുടെ ആ വലിയ ബോട്ട് നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റില്ല. നമുക്ക് എത്ര ആക്കിയാലും റിവേഴ്സ് പോവില്ല. പക്ഷേ നമ്മുടെ ഈ കുഞ്ഞിയ ബോട്ട് നമുക്ക് റിവേഴ്സ് ഓടിക്കാൻ പറ്റും. നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് കിടക്കുന്നത് അവിടെയാണ്. നമുക്കിനി ആ ഭാഗത്തേക്കും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കുള്ളൊരു സ്പീഡും കാര്യങ്ങളും കാണാൻ പറ്റും. നോക്കിയേ, എൻ്റെ പൊന്നി തീ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. പോക്ക് നോക്കിയാൽ ഞങ്ങൾ 25 കിലോമീറ്റർ ഫാസ്റ്റിലാണ് നമ്മുടെ ഐറ്റം പോണത്. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് നമുക്ക് ഇതിൻ്റെ റേഞ്ചും കിട്ടുന്നുണ്ട്. അതാണ് ഇത്രയും ലൈക്ക് നമ്മുടെ ഈ കാണുന്ന റിമോട്ട് വെച്ചിട്ട് നമുക്ക് അത്രയും ദൂരം നോക്കിയേ, അത് കിടക്കുന്നത് എവിടെയാണ് അത്രയും ദൂരം നമുക്ക് ഇത്ര അധികം ദൂരം നമുക്ക് അതിൻ്റെ റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എവിടെയും പെട്ട് പോകുന്നുള്ള പേടിയും വേണ്ട. സീൻ എന്ത് രസം കാണാനായിട്ട്. നമ്മുടെ ബോട്ട് അടിപൊളിയാണ്. നിങ്ങൾ കണ്ട പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റിനാടാ. തൊടുമ്പിക്കും പറക്കാണ്. നമ്മുടെ RC കാർ പോലെ തന്നെ തൊടുമ്പിക്കും സംഭവം അടിപൊളിയായിട്ട് പറന്നു പോകുന്നുണ്ട്. ഭയങ്കര രസമാണ് ഓടിച്ച് കളിക്കാനായിട്ട്. സമയം പോകണമെന്ന് പറയണല്ലേ അടാ. പിന്നെ മെയിൻ സംഭവം വെച്ചാൽ ഇതേപോലത്തെ ഓരോ ചെടികളുടെ ഇടയിലും ഇങ്ങനെ ചെളിയിലൊന്നും പോയി കൊണ്ടുവരുത്. ഇതിനെ കാരണം ഇതിന് റിവേഴ്സ് ഓപ്ഷൻ ഇല്ല. റിവേഴ്സ് ഓപ്ഷൻ ഇല്ലാത്ത കാരണം അവിടെ എവിടെയും പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി എടുക്കേണ്ടി വരും. അതാണൊരു പ്രശ്നം പറയുന്നത്. അല്ലെങ്കിൽ സംഭവം അടിപൊളിയാണ്, നല്ല രസമാണ് കാണാനായിട്ട്. ശരിക്കും വലിയൊരു ബോട്ട് പറഞ്ഞ പോലെ. വാവ്. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ മേലെ ഈ കാണുന്ന ആക്ഷൻ ക്യാമ് വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് വെച്ച് നോക്കാം. ആക്ഷൻ ക്യാമ് പോയി 10-25 വരെ മുതലേ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. സെല്ലോ ടിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ സെല്ലോ ടിപ്പ് ഇങ്ങനെ
എടുക്കാനാണ് ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ നമ്മളിത് കണ്ട നമ്മുടെ ബോട്ടിന് ഇതുപോലെയാണ് വെക്കാൻ നോക്കുന്നത്. കാരണം ഈ ഒരു ഐറ്റം ഇതിൻ്റെ മേലെ ഞാൻ മാറ്റിയിട്ട് ഇതുപോലെ നമുക്ക് സെല്ലോ ടേപ്പ് ചുറ്റിയിട്ട് വയ്ക്കാം. ഓക്കെ, എന്നാൽ ചുറ്റിയിട്ട് വരാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ DJ ആക്ഷൻ ക്യാം ഞാൻ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം ഓടിച്ച്. ഗൈസ്, അപ്പോൾ നമ്മുടെ ബോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. കുഴപ്പമില്ല ലോഡ് എടുക്കുന്നുണ്ട്. ക്യാമറ ഓൺ ആക്കിയിട്ട് ഞാൻ അധികം എടുക്കുന്നില്ല, കാരണം എങ്ങാനും മുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. ഓക്കെ, ഓണായിക്കോ. ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ സ്പീഡ് ബോട്ടിൻ്റെ അടിപൊളിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂക്ലിക്കിൻ്റെ ഷോപ്പിൽ പോയിട്ട് മൈക്ലിക്കിൻ്റെ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ താഴത്ത് ലിങ്ക് കൊടുത്തേക്കാം, അവിടെ കയറി കഴിഞ്ഞ് നമ്മുടെ യൂക്ലിക്കിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ നോയിൽ 5 എന്ന് പറഞ്ഞാൽ കോഡ് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സംഭവം അടിപൊളിയാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. വാ.